പൈററ്റ്സ് കിങ് ആയ ഗോൾഡി റോജറിനെ എല്ലാ ആളുടെയും മുമ്പിൽ വെച്ച് കൊല്ലാനായി കൊണ്ടുപോകും. ഇതേ സമയം അവിടെ നിൽക്കുന്ന പൈററ്റ്സ് എല്ലാവരും ചോദിക്കുന്നു താങ്കളുടെ ട്രഷർ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ പൈററ്റ്സ് കിങ് ആയ ഗോൾഡി റോജർ പറയും, എന്റെ നിധി വിശാലമായ കടലിൽ ആ നിധി ആർക്ക് വേണമെങ്കിലും സഞ്ചരിച്ച് പോയി എടുക്കാം. അത് പറഞ്ഞു കഴിഞ്ഞതും ഗോൾഡി റോജറിനെ വധിക്കുന്നു. ഇക്കാര്യം കേട്ട എല്ലാ പൈററ്റ്സും ഈ ഒരു നിധി അന്വേഷിച്ച് കടലിലോട്ട് പോകും. ആ നിധിയുടെ പേരാണ് വൺ പീസ്. അങ്ങനെ ഈ ഒരു നിധി അന്വേഷിച്ച് പോകുന്ന ഒരു ചെക്കനാണ് നമ്മുടെ നായകൻ. എന്റെ ബോട്ടാണെങ്കിൽ ഏത് സമയം വെള്ളം കയറി നശിക്കാനായ അവസ്ഥയിലാണ്. അങ്ങനെ ബോട്ട് മുങ്ങാറായ അവസ്ഥയിൽ ഇവനൊരു ബാരലിന്റെ ഉള്ളിലോട്ട് കയറി നിൽക്കും. അങ്ങനെ ഈ ബാരൽ ചെന്ന് എത്തിപ്പെടുന്ന സ്ഥലമാട്ടെ അലവിഡ എന്ന പൈററ്റിന് മുമ്പിലാണ്. അതിലെ പൈററ്റ്സ് ലൂഫിയുടെ ബാരലിൽ കപ്പലോട്ട് വെക്കുന്നുണ്ട്. ഈ അലവിഡ എന്ന് പറയുന്ന പൈററ്റ് ഭയങ്കര ക്രൂരത്തിയാണ്. അവളുടെ സർവന്റ് ആണ് ഈ കോബി എന്ന് പറയുന്ന ഈ ചെക്കൻ. അന്ന് രാത്രി കോബി ഒരു ശബ്ദം കേട്ടിട്ട് ഒരു ബാരലിന്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് ആ ബാരലിന്റെ ഉള്ളിൽ നിന്ന് ലൂഫി പുറത്തോട്ട് വരുന്നത്. കോബി ആവട്ടെ പേടിച്ച് അവനെ കൊല്ലാൻ വന്ന പൈററ്റ് എന്ന് വിചാരിച്ചു എന്തൊക്കെയോ പറഞ്ഞ് അവൻ അടക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ട് കോബിയ എന്റെ ഫ്രണ്ടായി മാറുകയാണ്. അങ്ങനെ കോബിയോട് ലൂഫി അവന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ലൂഫി ഒരാൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവന്റെ പേരാണ് മിസ്റ്റർ ഷാൻ. ലൂഫിക്കാണെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം ഷാൻസിയുടെ ക്രൂയിലോട്ട് ചേരണമെന്നാണ്. ബട്ട് ഷാൻസി ആണ് അത് സമ്മതിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇവനൊരു ചെറിയ കുട്ടിയാണ്, ഇവർക്ക് ചെറിയ വേദന പോലും സഹിക്കാൻ കഴിയില്ല എന്ന് പറയും. ഈ കാര്യം ലൂഫിയെ ഭയങ്കര രീതിയിൽ തന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഈ സമയമാണെങ്കിൽ ലൂഫി ആവട്ടെ താൻ ധൈര്യവാനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ മുകളിൽ പോയി കത്തി ഉപയോഗിച്ച് മുഖത്തേക്ക് കുത്തുന്നു. ഞാൻ കുറച്ച് മാസം വേണ്ടി കാണിച്ചാട്ടോ.